പ്രിയമുള്ളവരെ, നിങ്ങളേവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പ്രൊഫസർ രഘുൽവാലയുടെ സാഹസിക പ്രകടനങ്ങൾ ഇതാ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഈ സാഹസിക പ്രകടനങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രൊഫസർ രഘുൽവാലയെ ഈ വേദിയിലോട്ട് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പ്രൊഫസർ രഘുൽവാല. പ്രിയമുള്ളവരെ, പ്രൊഫസർ രഘുൽവാലയുടെ സാഹസിക പ്രകടനം ഇത് ആരംഭിക്കാൻ പോകുന്നു. ഇതാണ് പ്രൊഫസർ രംഗുൺവാല. അതെ, യെസ്, ഐ ആം. ഏത് കോളേജിലെ പ്രൊഫസറാ? ഐ ആം പ്രൊഫസർ രംഗുൺവാല. അല്ല, ഏത് കോളേജിലെ പ്രൊഫസറാ? കോളേജിലോ? ഞാനോ? സ്കൂളിന്റെ പടിവാതിലിൽ പോയിട്ടില്ലാത്ത ഞാൻ എവിടെയാണ് പ്രൊഫസർ ആകുന്നത്? അല്ല, പിന്നെ പ്രൊഫസർ എന്ന് പറഞ്ഞു. പ്രൊഫസറോ? ഇത് അങ്ങനത്തെ പ്രൊഫസർ അല്ല, ഞാൻ മാജിക്കിലെ പ്രൊഫസറാണ്. മാജിക്കൽ പ്രൊഫസർ അതൊരു പദവിയാണ്, പദവി, ഒരു അംഗീകാരമാണ്. അങ്ങനെയൊക്കെ അംഗീകാരം കിട്ടും അങ്ങനെ അറിയില്ലേ? ഉദാഹരണത്തിന് നമ്മുടെ ഡോക്ടർ KJ യേശുദാസ്, അദ്ദേഹം സ്റ്റെതസ്കോപ്പും സിറിഞ്ചും എടുത്ത് മനുഷ്യനെ കുത്തിവെച്ചിട്ടാണോ അദ്ദേഹം ഡോക്ടറായത്? ആ ഡോക്ടറല്ല, ഡോക്ടറേറ്റ് അതൊരു പദവിയാണ്. അങ്ങനെ കിട്ടിയ പദവിയാണ് പ്രൊഫസർ രംഗുൺവാല. പ്രിയമുള്ളവരെ, ഒരു ചാൻ വയറിന് വേണ്ടിയിട്ടുള്ള സാഹസിക പ്രകടനങ്ങൾ ഇതാ ആരംഭിക്കുകയായി. നീ ഭയങ്കര സെൽഫിഷ് ആണ്. നീ നിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. നിന്റെ ഒരു ചാൻ വയറിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ? എന്റെ വയറോട് ചേർത്ത് പറയണം. ക്ഷമിക്കണം, ഒരു ചാക്ക് വയറിന് വേണ്ടിയിട്ടുള്ള സാഹസിക പ്രകടനങ്ങൾ ആരംഭിക്കുകയായി. ഒരു ചാക്ക് വയറോ? എന്തെയോ എന്റെയാണോ ഒരു ചാക്ക് വയറ്? ഇങ്ങനെ ഒരു ചാക്ക് വയറല്ലേ ഇത്? ഇത് ഒരു ചാക്ക് വയറല്ലേ ഇത്? പിന്നെ ഇതാണ് 6 പാക്ക്. ഇത് 6 പാക്ക് അല്ല, ഇതാണ് ഫാമിലി പാക്ക്. ഒരു ഫാമിലിക്ക് കഴിക്കാൻ മുഴുവൻ ഇതിനകത്ത് കൊള്ളും. ഇതാണ് അസിസ്റ്റന്റ് പദവി കട്ട് ചെയ്യും. ഹലോ പ്രൊഫസർ, നിങ്ങൾ ഇങ്ങനെ വഴക്കുണ്ടാകാതെ എന്തെങ്കിലും നമ്പർ കാണിക്കും. വന്ന് സ്ഥലക്കല്ല, അവരങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തി പറയുക. പ്രിയമുള്ളവരെ, നിങ്ങളുടെ മുന്നിൽ വെച്ച് പ്രൊഫസർ 2 ട്യൂബ് ലൈറ്റ് കടിച്ചു തിന്നുന്നതായിരിക്കും. 2 ട്യൂബ് ലൈറ്റ് കടിച്ചു തിന്നുന്നു. ഞാനോ? നമ്മൾ നാഗപുരം മാർക്കറ്റിൽ കാണിച്ച ഐറ്റം. അത് കാണിക്കുക, അത് കാണിക്കുക. നീയല്ലേ കടിച്ചിരുന്നത്? അല്ല, പ്രൊഫസർ അല്ലേ കടിച്ചിരുന്നത്. കാണിക്കുക, പ്രേക്ഷകരിരിക്കും. ട്യൂബ് കടിച്ചു കാണിക്കണം. എനിക്കൊന്നും കടിച്ചു തരാൻ പറ്റില്ല. അതെന്താ പറ്റാതെ? എനിക്ക് വിശപ്പില്ല. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഐറ്റം ചെയ്യുന്നതാണോ? ഹലോ ശിഷ്യ, ചെയ്യുന്നതാണോ ഇത്? അതെ അതെ, ചെയ്താണോ? അല്ല, അത് ചെയ്താൽ ശരിയാവത്തില്ല. അതെന്താ? അല്ല, അത് വേണ്ട. അത് അതിന് ട്യൂബില്ലല്ലോ. ആര് പറഞ്ഞു ട്യൂബ്? ഞാൻ എടുത്തോണ്ട് വരാം. നിന്നോട് പറഞ്ഞു കൊലക്ക് കൊടുക്കാൻ വന്നാണോ? നീ ഹെൽപ്പ് ചെയ്യാൻ വന്നല്ലേ? ട്യൂബ് ഉണ്ടായിരിക്കോട്ടെ. അല്ല, ഈ ട്യൂബ് തിന്നാ എന്താ പ്രശ്നം? നിങ്ങൾ സ്ഥിരം ചെയ്യണല്ലേ? അല്ല, ട്യൂബ് തിന്നുന്നതിനകത്തൊരു ചെറിയ വിഷയമുണ്ട്. എന്ത് വിഷയം? ഞാൻ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഈ പരിപാടി അവതരിപ്പിച്ചു. പരിപാടി അവതരിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഇൻകമ്മിങ്ങിന് കുഴപ്പമില്ല, പക്ഷേ ഈ ഔട്ട് ഗോയിങ് ഭയങ്കര അതുകൊണ്ടാ. വേറെ എന്തെങ്കിലും ഒരു മാജിക്ക് കാണിക്കൂ. പിടിച്ചെടുത്തു. വേറെ എന്തെങ്കിലും മാജിക്ക് പിടിച്ചെടുത്തു. ഇവിടെ വെറൈറ്റി എടുത്താലോ? ഞാൻ ചോദിക്കട്ടെ, ഈ ചേട്ടൻ ഈ മാജിക് ഒക്കെ കാണിച്ചു നടക്കാതെ വല്ല മേസ്തിരി പണിക്ക് കൂടെ? അയ്യോ, ഇത് ഞാൻ ഇതാരാ പറഞ്ഞു പോയിട്ടില്ലെന്ന്. ഞാൻ മേസ്തിരി പണിക്ക് പോയതാണ്. പോയി അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ബംഗാളികൾ എന്നോട് ചോദിക്കുകയാണ്, താങ്കൾക്ക് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാതെ പല സർക്കസിനും സൈക്കിളേറ്റത്തിനും പോയിക്കൂടെ? അങ്ങനെയാണ് ഞാൻ സൈക്കിളിനെ തെരഞ്ഞെടുത്തത്. കുടുംബത്തിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ ഈ ഐറ്റം ചെയ്യാറുണ്ടോ? അച്ഛനുണ്ട്. അച്ഛനുണ്ടോ? അച്ഛന്റെ നമ്പർ ഏതാണ്? അച്ഛന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ തലേന്ന് ചായ തിളപ്പിക്കും. തലേന്ന് ഞങ്ങള് ചായ പിന്നെ മീൻകറിയൊക്കെ വെച്ച് നമ്മൾ കഴിക്കാറുണ്ട്. അത് വലിയ പാടെന്നുള്ള. നിങ്ങൾ എന്താ ഈ പറയുന്നത്? വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കൂ. അതല്ല, തലേ വെച്ച് ചായ തിളപ്പിക്കും. ഓ, അതോ? എന്നിട്ട് എന്താ ഇപ്പം? എന്നിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു അതിപ്പോ ചെയ്യണ്ടെന്ന് പറഞ്ഞു. മുതലാവില്ല. അതെന്താ സംഭവം? അത് ഈ തലയെ വെച്ച് ചായ തിളപ്പിച്ച് ഈ 10 രൂപയുടെ സാധനമാണ് ഈ വെച്ച് തിളപ്പിക്കുന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് 25,000 രൂപ പോയി. അതെന്തിന്? മുടിയെല്ലാം കത്തിപ്പോയി. വിഗ് മേടിച്ചു കൊടുത്തേക്കുക. അങ്ങോട്ട് ചെന്ന് നോക്കണം. ചിരി വരും. കാക്കയെ തലക്കുന്ന തലയെ വെച്ചേക്കുന്ന പോലൊരു വിഗ്. നമ്മുടെ നൈസ് ഐറ്റം, മുട്ട വെച്ചുള്ള ഐറ്റം. മുട്ട കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു മുട്ട തന്നാൽ ഞാൻ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. മുട്ട ഒരു കാര്യം ചെയ്യും. മുട്ട ഇപ്പൊ ഈ ഫ്ലോർ ശരിയല്ല, അതുകൊണ്ട് നമുക്ക് മുട്ട തരാൻ പറ്റത്തില്ല. മാത്രമല്ല, നിങ്ങൾ പരിപാടി നേരത്തെ തുടങ്ങിയായിരുന്നു ഈ മുട്ട അറിയാതെ വന്നേനെ. ഇപ്പൊ ഈ ഫ്ലോറിൽ ശരിയാവത്തില്ല, മുട്ടയുടെ പരിപാടി ശരിയാവത്തില്ല.
നിങ്ങൾ വേറെ ഏതെങ്കിലും ഐറ്റം കാണിക്കും. ഓക്കെ, ഏത്? നമ്മുടെ ഞെട്ടിക്കുന്ന മറ്റേ ഐറ്റം ഐറ്റം കാണിക്കും. ഇതെന്താണ്? കണ്ടില്ലേ, എല്ലാരും കണ്ടില്ലേ? ഈ മുന്ത MT ആണ്. അയ്യോ MT യുടെ മൊന്തയാണോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒന്ന് തൊടുവെങ്കിലും ചെയ്യട്ടെ. നിങ്ങൾ ഏത് MT ആണ് ഉദ്ദേശിച്ചത്? MT വാസുദേവൻ നായരുടെ മൊന്തയല്ലേ? MT വാസുദേവനാണ് മുന്തയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ മൊന്ത MT ആണെന്ന് പറഞ്ഞാൽ ഇത് ശൂന്യമാണ്, തന്റെ തലയുടെ കൂട്ട്. ഇതിനകത്തൊന്നുമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു വ്യക്തമായിട്ടൊന്ന് കാണിച്ചു. മനസ്സിലായല്ലോ? ഇനി ഞങ്ങൾ ഇന്ത്യയിലെ 3 പുണ്യ നദികൾ ആ. പേര് പറയൂ. ആ നദികളിലെ ജലം ഞാൻ ഇതിൽ നിന്ന് വരുത്തും. MT ആണോ നോക്കട്ടെ നിങ്ങള്. ഏ? MT ആണോ നോക്കട്ടെ. നോക്കൂ ഒന്നുമില്ലല്ലോ. നോക്കൂ, എന്തെങ്കിലും ഇല്ല, ഒന്നുമില്ല. ഒന്നുമില്ല. ഈ 3 പുണ്യ നദികളിലെ ജലം, ആ. പുണ്യജലം ഞാൻ ഈ മുന്തയിൽ വരുത്തും. നിങ്ങൾ പറയുന്ന 3 പുണ്യ നദികളുടെ ജലം ഈ മൊന്തയിൽ നിന്ന് പ്രൊഫസർ വരുത്തും. അതൊക്കെ ഒരു നമ്പർ ആയിരിക്കും. ഇതുവരെ അവിടെ വരെ ഓക്കേ, പോകാൻ പറ്റില്ല. പറഞ്ഞോളൂ. സിന്ധു. ഓക്കെ, സിന്ധു നദീതടത്തിലെ ജലം പ്രൊഫസർ ഇതാ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. ഓക്കെ, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേ. ഇതാ നിങ്ങളുടെ മുന്നിൽ സിന്ധു നദീജലത്തിലെ വെള്ളം. ഇനി ഏത് പുണ്യ നദിയാണ് പറയാൻ പോണേ? ഇനി ഏതാണ്? പറയൂ. ഗംഗ ഗംഗയിലെ. ഗംഗ. ഗംഗയിലെ വെള്ളം ഇതാ അതിസാഹസികമായിട്ട് നിങ്ങളുടെ കണ്ണുകളിൽ വെച്ച് വിസ്മയിപ്പിക്കുന്നു. അപ്പൊ യമുന 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 യമുന. യമുന യമുന. യമുന യമുന. യമുന का प्यार. യമുന का प्यार. പ്യാർന്ന ആ! കണ്ടോ യമുന, വെള്ളപ്പൊക്കമാണ് ഇത്രയും വെള്ളം വന്നത്. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേ. അടിപൊളി അടിപൊളി. അതെ പ്രൊഫസറെ ഇതെല്ലാം കേരളത്തിന് വെളിയിലുള്ള നദികളല്ലേ? അതെ അതെ. അത് നമുക്ക് നമ്മുടെ കേരളത്തിനകത്തുള്ള ഭാരതപ്പുഴയിലെ കുറച്ച് ജലം കിട്ടിയായിരുന്നു. അത് കൊള്ളാം. Correct. ഏത്? ഭാരതപ്പുഴയിലെ ഭാരതപ്പുഴയില് ഇതിനകത്ത് മണലെടുക്കുന്ന ഓപ്ഷൻ ഇല്ല. വെള്ളം അല്ല, പിന്നെ ഇപ്പൊ അവിടെ വെള്ളമുണ്ട്. അത് ഭാരതപ്പുഴയിൽ ആരെ പറഞ്ഞ വെള്ളമില്ലാന്ന് പറഞ്ഞു? ഇല്ല. ഭാരതപ്പുഴ വെള്ളം ഭാരതപ്പുഴയിൽ വെള്ളമില്ല. കഴിഞ്ഞ വർഷം അത് പോയപ്പോ ഭാരതപ്പുഴ വെള്ളമില്ലായിരുന്നു. അത് അന്ന് ഇപ്പോഴുണ്ട് ഇഷ്ടം പോലെ മഴ പെയ്ത ഇഷ്ടം പോലെ പത്രത്തില് വെള്ളം കണ്ടതല്ലേ? ഭാരതപ്പുഴ വെള്ളമില്ല. വെള്ളമുണ്ട്. വെള്ളമില്ല. വെള്ളമുണ്ട്. ഭാരതപ്പുഴ വെള്ളം ഉണ്ടായിരിക്കും, പക്ഷെ ഈ സ്പോഞ്ചിനകത്ത് ഇനിയും വെള്ളമില്ല. വേറെ ഏതെങ്കിലും നല്ല ഐറ്റം കാണിക്കും. നിങ്ങൾ വേറെ എന്തെങ്കിലും നല്ല നിങ്ങളുടെ item- കണ്ണിന് വിസ്മയം കൊള്ളുന്ന ഞങ്ങളുടെ പ്രൊഫസറുടെ ഏറ്റവും പുതിയ ഐറ്റം. ആഹാ. ഇതെന്താണിത്? ഇതെന്താണിത്? അത് തുണിക്കഷ്ണം. ഒരു തുണി കഷ്ണം അല്ലേ? അതെ. തുണി കഷ്ണം ഞെട്ടിക്കാൻ പോവുകയാണ്. എൻ്റെ മാസ്റ്റർ പീസ് ഐറ്റം. ആരെങ്കിലും ഒരു വാച്ച് തരൂ. വാച്ച് കൊടുക്കൂ. വാച്ച് തരൂ. വാങ്ങിച്ചോണ്ട് വരൂ. വിലയുള്ള വാച്ചാണല്ലോ അല്ലേ? ഗൾഫിൽ പോയി മേടിച്ച വാച്ചാണ്. എന്ത് വില വരും ഇത്? ആയിക്കോട്ടെ. ഓക്കെ, നെറ്റ്സന്റെ വാച്ച്. ആ വാച്ചിന് ഒരു കൈയ്യടി കൊടുക്ക. ഈ വാച്ചിന് ഒരു കൈയ്യടി കൊടുക്കും. കണ്ട, നല്ല വാച്ച് കണ്ട. ഈ വാച്ച് കണ്ട. ഇനിയാണ് വാച്ച്. ഇവിടെയാണ് കളി. ഇവിടെയാണ് കളി. ഈ വാച്ച്, ഈ മനോഹരമായ വാച്ച് ദാ അതിമൃഗീയമായി ഞാൻ ഇതിൽ പൊതിയുകയാണ്. അതിമൃഗീയമായി ഞാൻ പൊതിയുകയാണ്. എല്ലാവരും കൺമുന്നിൽ വെച്ച് ഞാൻ ഒരു ഒളിയില്ല മറയില്ല ഒന്നുമില്ല. ദാ കൊണ്ടുവരൂ. ഇനിയാണ് നിങ്ങളെ അമ്പലിപ്പിക്കാൻ പോകുന്നത്. കൊണ്ടുവരൂ. ഇത് തല്ലിപ്പൊട്ടിച്ചിട്ട് പുതിയ തരുമായിരിക്കും. അങ്ങനെ ആയിരിക്കും. അതായിരിക്കും. ഓക്കെ. ഓ ഹാ അടിക്കേ. വാച്ച് അത് കുഴപ്പമില്ലെന്നേ. ഇനിയാണ് മാജിക്. മാജിക്കാണ്. ഇവിടെയാണ് മാജിക്. ഇവിടെയാണ് മാജിക് നടക്കാൻ പോകുന്നത്. ഇനിയാണ് മാജിക് നടക്കാൻ പോകുന്നത്. അതിഗംഭീരമായിട്ട്, അതിവിജയകരമായിട്ട്. ഓക്കെ, ഇനിയാണ് മാജിക്. ഇനിയാണ് മാച്ച്. താങ്കളുടെ വാച്ച് ഞാനൊന്ന് കാണിക്കാം. ഞെട്ടരുത്. അയ്യോ എന്നാ ചെമ്മീൻ ചമ്മന്തി കണ്ട കണ്ട എല്ലാം ഇനി നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ചെയ്യാലോ. അയ്യോ ചെയ്യാലോ. അതിനെന്നാ കുഴപ്പം? ഇതെന്തിനാ ഞാൻ മറച്ചു വെച്ച് ചെയ്യുന്ന? ഒരു കുഴപ്പമില്ല. കണ്ടിക്കട്ടെ.
നിങ്ങളുടെ മുന്നിൽ വെച്ച് മന്ത്രമില്ല, മായമില്ല, കൺകെട്ടില്ല, ഒരു വ്യാജ പരിപാടികളില്ല. രംഗുൺ വാല പുകഴ്ത്ത് പുകഴ്ത്ത്. രംഗുൽ വാലയുടെ അതിഗംഭീരമായ ലൈവായിട്ടുള്ള ഒരു മാജിക്കാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ഇനിയാണ് കളി, ഇനിയാണ് കളി, ഇവിടെയാണ് കളി, ഇനിയാണ് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. പൊട്ടിപ്പോയെന്ന് നെൽസൺ ഞെട്ടിപ്പോകുന്ന വാച്ച് കണ്ടോളൂ. ഇപ്പൊ ഓക്കെ വേണം. മാജിക്കാതെ കൈയടിച്ചോളൂ. കൈയടി കൈയടി പുറത്ത്, കൈയടി പുറത്ത്, കൈയടി പുറത്ത്. കൈയടി തുറക്കാൻ പോവുകയാണ്, തുറക്കാൻ പോവുകയാണ്. കണ്ടോളൂ, കണ്ടു തുറന്നോളൂ. ഇനിയാണ് മാജിക്, ഇനിയാണ് മാജിക്, ഇനിയാണ് മാജിക്. ഇനി ആയിരിക്കും. കണ്ടോ, ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ല. ഇനിയാണ് മാജിക്. ഇവിടുന്ന് മടക്കിയില്ല, അതാണ്. ഓക്കെ, അതെ, ഇനിയാണ് മാജിക്, ഇനിയാണ് മാജിക്. എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചേക്കൂ, ഒരു നിമിഷം. നമ്മളെല്ലാവരും കളിക്കണം. ഒന്ന് കണ്ണടച്ചേക്കൂ, എല്ലാവരും ഒന്ന് കണ്ണടച്ചേക്കൂ. ഓക്കെ, കണ്ണടച്ചേക്കൂ. റെഡി? 1 2 3 എന്ന് പറയുമ്പോൾ കണ്ണടക്കണം. 4 എന്ന് പറയുമ്പോൾ കണ്ണ് തുറക്കണം. എല്ലാവരും അടക്കണം. റെഡി? 1 2 3 എന്ന് പറയുമ്പോൾ കണ്ണടക്കണം. 4 എന്ന് പറയുമ്പോൾ കണ്ണ് തുറക്കണം. എല്ലാവരും കണ്ണടക്കണം. എന്റെ വാച്ച് മാജിക് നടക്കാൻ പോവുകയാണ്. ഇവിടെയാണ് മാജിക്. 1 2 3. തുറക്കാവോ ചേട്ടാ? തുറക്കട്ടെ. രൺഗുൺ വാല തുറക്കട്ടെ. കണ്ണു തുറന്നേ. അമ്മ കാണുന്നില്ലല്ലോ. അല്ല, വാച്ച് അവിടെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാലോ. അത് റെഡിയാക്കി വെച്ചിട്ടായിരിക്കുമല്ലോ മാജിക്കിന്റെ ലാസ്റ്റുള്ള സംഭവം. അതെ അതെ, വാച്ച് ഇവിടെ കറക്റ്റ് ആയിരിക്കും. അതെ 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 അതെ. ഇപ്പൊ കണ്ടോണം, ഞെട്ടു നീ. അപ്പോഴേ വാച്ച് കറക്റ്റാ ചേട്ടാ. എല്ലാ ഈ വാച്ച് പൊട്ടിച്ചു കഴിഞ്ഞിട്ട് അമ്മാരെ മാജിക് കാണിച്ചില്ലല്ലോ. വാച്ച് പൊട്ടിച്ചതിന് ശേഷമാണ് അവർ യഥാർത്ഥ മാജിക് കാണിച്ചത്. എന്ത് മാജിക് കാണിച്ചത്? ഈ മാജിക്കിന്റെ പേരാണ് എസ്കേപ്പ്.